കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മഴ വന്ന ഉച്ചയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കോടതി. വെള്ളക്കെട്ട് വിഷയം പരിഗണിക്കുന്നതിന് ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരിനായാലും നഗരസഭയ്ക്കായാലും ഹൈക്കോടതിയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. മഴ വന്നിങ്ങനെ ഉച്ചയിൽ നിൽക്കുമ്പോഴാണോ ഈ കെടുകാര്യസ്ഥത എന്നുള്ള ചോദ്യം. ഒപ്പം ഇറിഗേഷൻ വകുപ്പിനും കൃത്യമായി ഇടപെടൽ നടത്താനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിരുന്നു അല്ലേ? സുരേഷ്, കൊച്ചിയിൽ കനത്ത മഴയിൽ ഇന്നലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് വിവിധയിടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായത്. മഴ ഉച്ചയിൽ വന്ന് നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അധികൃതരോട് ഹൈക്കോടതി വിമർശന രൂപേണ ചോദിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇടപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വെള്ളം പൊങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഇടപ്പള്ളി തോട് ശുചീകരിക്കാത്തതാണ് ഇടപ്പള്ളി ഭാഗത്ത് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് അമിക്കസ് ക്യൂറി ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാന് അല്ലെങ്കിൽ തോട് ശുചീകരണം അത് ഇറിഗേഷൻ വിഭാഗത്തിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ വിഭാഗം കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടാകണം. ജനങ്ങൾ ഇക്കാര്യത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. കാരണം ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഓരോ ദിവസവും കാനകളിൽ അടിഞ്ഞുകൂടുന്നത്. ഒരു ദിവസം വൃത്തിയാക്കിയാൽ പിറ്റേ ദിവസം വീണ്ടും ഈ മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അതേ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ MG റോഡ് അടക്കമുള്ള ഹോട്ട്സ്പോട്ടുകളിൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകുന്നതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, അതായത് ഈ സ്ഥിരം വെള്ളക്കെട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളം കയറുന്ന 15ഓളം സ്ഥലങ്ങളാണ് കൊച്ചിയിലെമ്പാടുമുള്ളത്. ഇവിടങ്ങളിലെ കാനകളും തോടുകളും ഉടൻ തന്നെ വൃത്തിയാക്കണം, ശുചീകരിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ ഏതു വിധത്തിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ അടങ്ങുന്ന വിദഗ്ധ സമിതിക്ക് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ജനം TV അടക്കം നൽകിയതാണ് ഈ P&D കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച സർക്കാർ വക ഫ്ളാറ്റ് ചോർച്ചയുണ്ടായി. ആ ചോർച്ച സംബന്ധിച്ച കാര്യത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. P&D കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച സർക്കാർ വക ഫ്ളാറ്റ് ചോർന്ന സംഭവത്തിൽ ഹൈക്കോടതി നിർഭാഗ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാമർശം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വിമർശനമായിട്ട് വേണം കരുതാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മാസം മുന്നേ, അതായത് ജനുവരി 31-നാണ് P&D കോളനി നിവാസികളെ മുണ്ടംവേലിയിലെ സർക്കാർ വക ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിച്ചത്. അന്ന് മുതലേ ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിലുള്ള ചോർച്ച എല്ലാ ഫ്ളാറ്റുകളിലും ഉണ്ട്. ഇന്നലെ പെയ്ത മഴയിലും സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിലടക്കം അധികൃതരുടെ ഭാഗത്തു നിന്നും ജാഗ്രതയും അതോടൊപ്പം തന്നെ നടപടി ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ചത്തേക്ക് വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കുക.